ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ അടുത്ത പോയിന്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ, ധനുഷ്കോടി, നമ്മുടെ രാമേശ്വരം. ആ പോയിന്റ് പോകുന്ന സമയത്ത് എന്തായാലും ഒരു സ്റ്റേ എടുക്കണം. കഴിഞ്ഞ ദിവസമൊന്നും എവിടെയും സ്റ്റേ എടുത്തിട്ടില്ല. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയ പോയിന്റ് തൂത്തുക്കുടി എന്ന് പറയുന്ന ഭാഗത്താണ്. അവിടെ ചാർജിങ്ങും സ്റ്റേയും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അവിടേക്ക് നമ്മൾ 150 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് എത്തിയത്. വണ്ടിയിലുണ്ടായിരുന്ന 49% ചാർജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 1% നമ്മൾ ഓടിയിട്ടുള്ളത് 3.06 കിലോമീറ്റേഴ്സാണ്. അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ തൂത്തുക്കുടി ചാർജിങ് പോയിന്റ് വരുന്നത് നമ്മുടെ സ്റ്റാറ്റിക്കിൻ്റെ ചാർജിങ് പോയിൻ്റാണ്. അതായത് നമ്മുടെ കേരളത്തിൽ EVOKൻ്റെ ഒക്കെ പോലെ ചാർജ് വളരെ മിതമായിട്ടുള്ള ചാർജിൽ കിട്ടുന്ന ഒരു ചാർജിങ് പോയിൻ്റാണ് സ്റ്റാറ്റിക്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനൊരു പോയിൻറ്റും കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് നന്നായിട്ട് ഉറങ്ങിയിട്ടാണ് അടുത്ത ദിവസം രാവിലെ വണ്ടി എടുത്ത് പോരുന്നത്. അപ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്തത് 48% നിന്നും 82% വരെയാണ് വണ്ടി ചാർജ് ചെയ്തിട്ടുള്ളത്. അതായത് 34% നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. 12 യൂണിറ്റാണ് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വില വന്നിട്ടുള്ളത് 200 രൂപയാണ്. അതായത് ഒരു യൂണിറ്റിന് 16.55 രൂപയാണ് നമുക്ക് ചാർജ് ഈടാക്കിയിട്ടുള്ളത്. ഉപ്പിൻ്റെ പാടവും മലയൊക്കെ കണ്ടിട്ടൊരു കൗതുകത്തിൻ്റെ പേരിലാണ് ഇയാളോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ചെന്നത്. ഇയാളോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഹീസ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. ഇയാളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് പോലും. പിന്നെ എന്തിനല്ലേ ഇയാൾ ഇങ്ങനത്തെ ഒക്കെ ജോലി ചെയ്യുന്നത്? കൂടുതൽ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇയാളൊരു ഒറീസക്കാരനാണ്. അവിടെ ഒന്നും ജോലികൾ നന്നായിട്ടൊന്നും എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ കിട്ടുന്നില്ല പോലും. പിന്നെ കിട്ടുന്ന ജോലിയാണെങ്കിൽ ചെറിയ ശമ്പളമുള്ളൂ. അതുകൊണ്ടാണ് ഇവർ തമിഴ്നാട്ടിലൊക്കെ വന്ന് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു കേരളത്തിലോട്ട് വായോ എന്നൊക്കെ പറഞ്ഞു. എത്രയാണ് ഒരു ദിവസത്തെ സാലറി ഇപ്പോൾ കിട്ടുന്നത് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് 600 രൂപയാണ്. നമുക്കിനി ചാർജിങ് പോയിൻ്റ് ആകെ ഉള്ളത് രാമനാഥപുരവും അതുപോലെ തന്നെ രാമേശ്വരത്തുമാണ്. ഈ 2 ചാർജിങ് പോയിൻ്റ് ഉള്ളൂ ഈ റൂട്ടിൽ. വേറെ ചാർജിങ് പോയിന്റുകളില്ല. നമ്മൾ ഒന്നെങ്കിൽ രാമനാഥപുരം എത്തിയിട്ട് അവിടെ നിന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് വേണം രാമേശ്വരം പോയിട്ട് ചാർജ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് പ്ലാന്. രാമനാഥപുരമുള്ള റിലക്സിൻ്റെ ചാർജിങ് പോയിന്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വണ്ടിയിലാണെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് ഉള്ളത് 37%. നമ്മൾ 45% യൂസ് ചെയ്തിട്ട് 128 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുമുണ്ട്. അതായത് 1%-ൽ 2.85 കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. ആ തൊട്ടടുത്തുള്ള ഐസ് കഫേ എന്നുള്ള കടയിലുള്ള നമ്മുടെ താരീഖ് എന്ന് പറയുന്ന ചേട്ടൻ വന്നിട്ട് പറയുകയാണ് ആ ചാർജിങ് പോയിന്റിന് ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂ വരാറുണ്ട്. അവിടെ വോൾട്ടേജ് ഇഷ്യൂ വളരെ രൂക്ഷമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ AC ചാർജർ അവർ വെച്ചിട്ടുണ്ട്. അതായത് സ്ലോ ചാർജിങ്, അതിൽ വെച്ച് ചാർജ് ചെയ്യാമെന്ന് പറയായിരുന്നു. അപ്പോൾ കുറേ ശ്രമിച്ച് നോക്കി, ചാർജ് ആവുന്നില്ല. അങ്ങനെ AC ചാർജർ വെച്ചിട്ടൊന്ന് ചാർജ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഭക്ഷണം കഴിച്ച് വന്നിട്ട് പോലും നമുക്ക് ചാർജ് ഒന്നും ആയിട്ടില്ല. വെറും 7-8% നമുക്ക് ചാർജ് കിട്ടിയിട്ടുള്ളത്. വണ്ടിയിൽ ഇപ്പോൾ ഉള്ള പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45% ആണ്. ഇതുകൊണ്ട് രാമേശ്വരം എത്തുമോ എന്നുള്ളത് അറിയില്ല. യൂണിറ്റ് കോസ്റ്റ് വരുന്നത് 26.01 ആണ്. രാമനാഥപുരം ടു രാമേശ്വരം 55 കിലോമീറ്ററാണ് വരുന്നത്. നമ്മുടെ വണ്ടിയിലാകട്ടെ 45% ഉള്ളത്. ഈ 45% കൊണ്ട് നമുക്ക് ഓടി എത്തേണ്ടത് 55 കിലോമീറ്ററാണ്. ഇത് നമ്മുടെ ആദ്യത്തെ ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ഡീപ്പ് ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മൾ ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ ഓടിയിട്ടില്ല. ഇനി അവിടെ എത്തിയിട്ട് ആ ചാർജിങ് പോയിന്റ് വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നുള്ളത്
അവിടെ റൂമൊക്കെ എടുത്ത് നിൽക്കേണ്ടി വരും, അല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ എത്തുമോ എന്നുള്ളത്. അങ്ങനെ കേസ് നമ്മൾ പാമ്പൻ പാലം എത്തിയിട്ടുണ്ട്. പാമ്പൻ പാലം എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. കടലിൻ്റെ നെറുകിലൂടെ ഒരു പാലം നിർമ്മിച്ച് വെച്ചിട്ടുള്ളതാണ്. ഏകദേശം 2-2.5 കിലോമീറ്ററോളം ഈ പാലം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. മെയിൻലാൻഡും അതുപോലെ തന്നെ രാമേശ്വരം എന്ന് പറയുന്ന ഈ ഐലാൻഡും തമ്മിലുള്ള ഒരു ഏക കണക്ഷൻ ഇതാണെന്ന് പറയാം. ആദ്യ കാലഘട്ടത്തിൽ ഒരു ട്രെയിനിൻ്റെ കണക്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് വികസനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ പാതക വന്നത്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ കടൽ 2 ഭാഗത്തും കാണുന്ന സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണത്. ക്യാമറയിലൊന്നും പകർത്തിയാൽ അത്രമാത്രം നമുക്ക് കിട്ടില്ല. രാമേശ്വരത്ത് പ്ലഗ്ഷെയർ വെച്ച് നോക്കുന്ന സമയത്ത് സിയോണും ടക്കർ EV ചാർജിങ് പോയിൻറ്റും ആണ് ഉള്ളത്. ഇതിൽ സിയോൺ വർക്കിംഗ് അല്ല എന്നുള്ളത് അതിൽ തന്നെ കാണിച്ചിരുന്നു. ടക്കർ EV ചാർജിങ് പോയിൻറ്റ് നമ്മൾ വിളിച്ച് ചോദിച്ചു, അപ്പോൾ അവർ വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിലാകട്ടെ 28% ഈ ചാർജ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 16% ചാർജ് യൂസ് ചെയ്തിട്ട് 48.7 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് 1%ത്തുമേ 3.04 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. 53% നമ്മളിവിടുന്ന് ചാർജ് ചെയ്തു. യൂണിറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് 20.75 ആണ്. ഇവിടെയാണ് ഞാൻ ഇതുവരെയും ചാർജ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചാർജ്. അതായത് ഒരു യൂണിറ്റിന് 29 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ ഈടാക്കിയിട്ടുള്ളത്. കിലോമീറ്റർ ചാർജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ചാർജ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിലോമീറ്ററിന് 3.6 രൂപയോളം നമുക്ക് വരുന്ന ഒരു ഭാഗമാണ് ഈ രാമേശ്വരം. വേറെ ചാർജിങ് പോയിൻ്റ് ഇല്ല, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്തേ പറ്റുള്ളൂ. രാമേശ്വരത്ത് ചെന്നാൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയൽ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ ക്യാബിന് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല, അവിടെ ക്യാമറ അലൗഡ് അല്ല. നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റാണ് ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ, ധനുഷ്കോടി. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലോട്ട് 60 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിനിടയ്ക്ക് ഒരു ടോൾ വരുന്നുണ്ട്. അവിടെ 100 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ അവിടേക്ക് എൻട്രി ചെയ്യുക. ധനുഷ്കോടിയിലോട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്ന സമയത്ത് 5 മണിക്ക് ശേഷം വരരുത്. അവിടെ 5 മണിക്ക് ശേഷം ആ ഗേറ്റ് ക്ലോസ് ചെയ്യും, അങ്ങോട്ട് എൻട്രി ഇല്ല.
ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. മുന്നേ 2 ഭാഗത്താണ് കടലെങ്കിൽ ഇവിടെ 360 ഡിഗ്രിയിൽ കടലെന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് എൻഡാണ്. ഇവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക കാണാമെന്ന് പറയുന്നത് വെറും 34 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇത്ര ശ്രീലങ്ക അടുത്ത പോയിന്റ് വരുന്നത്. നമ്മൾ കുറേ നോക്കി ശ്രീലങ്കയുടെ ചെറിയ ഒരു തരി പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അവിടെ ശ്രീലങ്കൻ ഹാർബേഴ്സാണ് തോന്നുന്നുണ്ട്. കുറേ ഷിപ്പുകൾ ഇങ്ങനെ നിർത്തിയിട്ടതോ കാണാം. ഇനി നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ബൈനോക്കുലർ ഉണ്ട്, അത് വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അത് നോക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ചെറിയ ശ്രീലങ്കൻ ടവറും കാര്യങ്ങളും മാത്രമേ കാണാനുള്ളൂ. സമയം ഒരുപാട് അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാട്ടിലോട്ട് തിരിക്കാന്നുള്ള പ്ലാനാണ്. വൈകിട്ട് 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് ഡ്രൈവിംഗ് ചെയ്യണം. വീട്ടിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്റർ നമുക്ക് പോകേണ്ടതുണ്ട്. അറൗണ്ട് 500 to 600 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യാനുണ്ട്. വണ്ടിയിലാകട്ടെ 81% നിന്നും ഇവിടെ എത്തിയപ്പോഴേക്കും ഡ്രോപ്പ് ചെയ്തിട്ട് 61% ആയിട്ടുണ്ട്. അതായത് 20% നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ടെക്കർ EV ചാർജിങ് പോയിന്റിൽ തന്നെ നമ്മൾ 33%ഓളം വീണ്ടും ചാർജ് ചെയ്തിട്ട് 94% ആക്കിയിട്ടാണ് നാട്ടിലോട്ട് യാത്ര ചെയ്യുന്നത്. ഇനി അടുത്ത ചാർജിങ് പോയിന്റ് ഉള്ളത് മധുരയിലാണ്. മധുരയിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ 128 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതുണ്ട്. മധുരൈ, പളനി, കോയമ്പത്തൂർ, പാലക്കാട് റൂട്ട് നല്ല പോയിൻ്റാണ് EVകൾക്ക്. ഫുള്ള് ചാർജിങ് പോയിന്റുകളുള്ള ഏരിയ ആണ്. പ്ലഗ്ഷെയറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഈ ചാർജിങ് പോയിൻ്റൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കേണ്ടത്. ഇതുവരെ യാത്ര ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റേഞ്ച് തന്നെ പറയാം. 1%-ൽ 3.2 കിലോമീറ്റേഴ്സ് ആണ് രാമേശ്വരം ടു മധുരൈ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പാഡിൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്, ക്രൂയിസ് കൺട്രോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും നല്ല റേഞ്ച്. അതിൻ്റെ പുറമെ തന്നെ നല്ല ഹൈവേയിൽ നല്ല റേഞ്ച് കൂടി വരുന്നതായിട്ടാണ് വണ്ടിയിൽ കാണുന്നത്. ബ്രേക്ക് നമ്മൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ റേഞ്ച് കുറയുക. നമ്മൾ ഏറ്റവും കൂടുതലും റീജൻ യൂസ് ചെയ്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ റേഞ്ച് കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വെറും 40% കൊണ്ടാണ് നമ്മൾ 128 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുള്ളത്. മധുരയിൽ നിന്ന് നമ്മൾ 87% ചാർജ് ആക്കിയിട്ട് അത്യാവശ്യത്തിലധികം ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടിയിൽ ബാറ്ററി ലെഫ്റ്റ് ആയിട്ടുള്ളത് 23% ആണ്. 64% കൊണ്ട് നമ്മൾ 173 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. റിലക്സിൻ്റെ പോയിൻ്റാണ് പളനിയിൽ വെച്ചിട്ട് നമുക്ക് ചാർജിങ് പോയിൻ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അതൊരു ഹോട്ടലായിരുന്നു, VPS ഹോട്ടൽ എന്നുള്ളത്. അവർ നമുക്ക് ഗേറ്റൊക്കെ തുറന്ന് തന്നിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ആകെ ഒരു പ്രശ്നമുള്ളൂ, ഈ റിലക്സിൻ്റെ ചാർജറിന് എപ്പോഴും ഇഷ്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെയും നമുക്ക് റിലക്സിൻ്റെ ചാർജിങ്ങിന് ഇഷ്യൂ ആണ്. വോൾട്ടേജ് ഇഷ്യൂ ഒന്നുമല്ല, നമുക്ക് QR കോഡ് കാര്യങ്ങളൊന്നും സ്കാൻ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. അവസാനം കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചിട്ടാണ് അവരൊന്ന് ശരിയാക്കി തന്നത്. അവിടുന്ന് ഫുൾ ചാർജ് ചെയ്തിട്ടാണ് നാട്ടിലോട്ട് തിരിക്കുന്നത്. ഇനി നാട്ടിലോട്ട് 179 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. EV എക്കണോമിക്കൽ എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. ടോട്ടലി ട്രിപ്പിന് കിലോമീറ്റർ വന്നിട്ടുള്ളത് 1500 ആണ്. കോസ്റ്റ് ആണെങ്കിൽ 2700 രൂപയുടെ ചാർജും. വീട്ടിലെത്തിയത് അടുത്ത ദിവസം രാവിലെ പുലർച്ചെ 7:30 മണിക്കാണ്. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന പെർസെൻറ്റേജ് ചാർജ് ബാക്കി ഉണ്ടായിരുന്നത് 30% ആണ്. അതായത് 70% കൊണ്ടാണ് നമ്മൾ 179 കിലോമീറ്ററും യാത്ര ചെയ്ത് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.